വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ വീഡിയോ നഴ്സസിന് വേണ്ടിയിട്ടാണ്. അതായത് അയർലൻഡ് NMBAയുടെ ഡിസിഷൻ ലെറ്ററൊക്കെ കിട്ടി ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഡിസിഷൻ ലെറ്റർ കിട്ടിയിട്ട് ഇൻ്റർവ്യൂ ഫിക്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് മെഡിക്കൽ സർജിക്കൽ പൊസിഷനിലേക്കുള്ള ഇൻ്റർവ്യൂവിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ആൻസേഴ്സും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, എങ്കിൽ പോലും നിങ്ങൾക്കൊരു ചെറിയൊരു റെഫറൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതായത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളതിനൊരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ മാസവും ഈ മാസമൊക്കെ ആയിട്ട് മെഡിക്കൽ സർജിക്കൽ പൊസിഷനിലേക്കുള്ള സ്റ്റാഫ് നഴ്സിൻ്റെ വേക്കൻസിക്ക് സ്കൈപ്പ് ഇൻ്റർവ്യൂവിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് കണ്ടു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ മോസ്റ്റ്ലി സ്കൈപ്പ് ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത്. ഒന്ന് അല്ലെങ്കിൽ രണ്ട് ആൾക്കാരായിരിക്കും ഈ ഒരു ഇൻ്റർവ്യൂ പാനലിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഐറിഷ് ടൈം ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാറിപ്പോകുന്ന നാട്ടിലെ ടൈമായിട്ട്, അപ്പോൾ അതിനൊരു അരമണിക്കൂർ മുന്നേ നിങ്ങൾ റെഡി ആക്കിയിരിക്കണം. ലാപ്ടോപ്പ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ട് നെറ്റ്വർക്ക് കണക്ഷനൊക്കെ സ്ട്രോങ് ആണോ, സിഗ്നലൊക്കെ സ്ട്രോങ് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. അവർ വിളിക്കുമ്പോൾ തന്നെ ഗ്രീറ്റ് ചെയ്യുക. ആദ്യത്തെ നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. അതിപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം നിങ്ങളുടെ പേര് പറയുക, നിങ്ങൾ എന്താണ് പഠിച്ചത് എന്നുള്ളത് പറയുക, എത്ര വർഷത്തെ കോഴ്സാണ് പഠിച്ചതെന്നുള്ളത് പറയുക, ടോട്ടൽ എക്സ്പീരിയൻസ് പറയുക, ആ എക്സ്പീരിയൻസ് എവിടെയാണ് ഉണ്ടായിരുന്നതെന്ന് പറയുക, പിന്നെ ഇപ്പോൾ കറണ്ട് എക്സ്പീരിയൻസ്, അതായത് എവിടെ വർക്ക് ചെയ്തത്, എക്സ്പീരിയൻസ് എവിടെയാണെന്നുള്ളത് കൂടെ പറയുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ അവരോട് ചോദിച്ചത് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഹോസ്പിറ്റലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് മുന്നേ തന്നെ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. സെക്കൻഡറി ഹോസ്പിറ്റലാണോ, ടെർഷ്യറി ഹോസ്പിറ്റലാണോ, ആ ഹോസ്പിറ്റലിൻ്റെ അണ്ടറിൽ വേറെ ഹോസ്പിറ്റൽസ് ഉണ്ടോ, അവിടെ എത്ര പേഷ്യൻസ് ആണ് കൂടുതൽ വരുന്നത്, എങ്ങനെയുള്ള കെയർ ആണ് അവിടെ കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അവിടുത്തെ സ്പെഷ്യാലിറ്റി ഒക്കെ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, മെഡിക്കൽ സർജിക്കൽ പൊസിഷനിലേക്കുള്ള ഇൻ്റർവ്യൂ ആയിരുന്നെങ്കിൽ കൂടി അയാൾക്ക് എമർജൻസിയിൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു എമർജൻസി നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ചോദിച്ചത്. അതിനപ്പോൾ എങ്ങനെ ആൻസർ ചെയ്യാം? നിങ്ങൾക്കിപ്പോൾ ഒരു കോൾ റിസീവ് ചെയ്ത് നിങ്ങൾ ഒരു എമർജൻസി വരുന്നുണ്ട്, അതായത് RTA ആണ്, ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് നിങ്ങൾ റിസീവ് ചെയ്യാൻ പോകുകയാണെന്നൊരു കോൾ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റിസസ് റൂമിലായിരിക്കുമല്ലോ ആക്സിഡൻറ്റ് കേസൊക്കെ റിസീവ് ചെയ്യുന്നത്. റീസസിറ്റേഷൻ റൂമൊക്കെ ഓൾറെഡി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും എപ്പോൾ വേണേലും ഒരു എമർജൻസി റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാൽ കൂടി നിങ്ങൾ പോയി എമർജൻസി ട്രാക്സ് എല്ലാം അവൈലബിൾ ആണോ എന്നൊന്നുകൂടെ ചെക്ക് ചെയ്തു. ഓക്സിജൻ മാസ്ക്, ഓക്സിജനൊക്കെ ആവശ്യമായിരിക്കുമല്ലോ RTA ഒക്കെ ആകുമ്പോൾ, ഓക്സിജൻ മാസ്ക് ഒക്കെ റെഡിയാക്കി വെച്ചു. സെക്ഷൻ മെഷീനൊക്കെ വർക്കിംഗ് ആണെന്ന് ഉറപ്പാക്കി. പിന്നെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്പൈനൽ ബോർഡ്, സെർവിക്കൽ കോളേഴ്സ്, ഹാർഡ് സെർവിക്കൽ കോളർ, സോഫ്റ്റ് സെർവിക്കൽ കോളർ, അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ സ്പ്ലിൻസ്, ഫ്രാക്ചറൊക്കെ ഉണ്ടായിട്ടുള്ള സ്പ്ലിൻ്റൊക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു ഇൻഫെക്ഷസ് ഡിസീസ് ഉള്ള പേഷ്യൻറ്റിന് അഡ്മിഷനാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ആരൊക്കെ ഇൻഫോം ചെയ്യണം, എന്തൊക്കെ പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പേഷ്യൻ്റ് ട്രയാജിൽ വന്നപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ഇൻഫെക്ഷസ് ഡിസീസ് ആണ്. അപ്പോൾ അതിന് ഏതുതരം ഐസൊലേഷനാണ് വേണ്ടത്, അല്ലെങ്കിൽ ഏതുതരം സ്റ്റാൻഡേർഡ് പ്രിക്കോഷനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ വെച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി അടുത്തതായിട്ടുള്ളത് അഡ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഫോം ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ പേഷ്യൻറ്റിന് അഡ്മിഷൻ, അവിടുത്തെ സീനിയർ നഴ്സിനെ ഇൻഫോം ചെയ്യുക. എന്നിട്ട് പേഷ്യൻ്റെ കണ്ടീഷൻ പറയുക. നെഗറ്റീവ് പ്രഷർ റൂമാണോ വേണ്ടത്, അല്ലെങ്കിൽ സിംഗിൾ റൂമാണോ, അതല്ല കോർണർ ഐസൊലേഷൻ ആണോ വേണ്ടതെന്ന് അവരോട് ഇൻഫോം ചെയ്യുക. അടുത്തായിട്ട് ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക, ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഫോം ചെയ്യുക. അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സെക്യൂരിറ്റി സ്റ്റാഫിനെ ഇൻഫോം ചെയ്യുക. കാരണം പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ആ പാത്വേ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ഒത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു വഴി ചൂസ് ചെയ്യാതെ അധികം ആരും യൂസ് ചെയ്യാത്തൊരു സ്ഥലത്ത് കൂടി വേണം പേഷ്യൻറ്റിനെ അഡ്മിഷൻ ആക്കാൻ വേണ്ടി കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഓരോ ഹോസ്പിറ്റലിലും ഇൻഫെക്ഷൻ കൺട്രോളിൻ്റെ ഓരോ പോളിസി ഉണ്ടായിരിക്കുമല്ലോ, എങ്ങനെ ഇൻഫെക്ഷൻ ഡിസീസ് ഉള്ള പേഷ്യൻസിനെ എങ്ങനെ അഡ്മിറ്റ് ചെയ്യണം, ആ പോളിസി പാലിച്ച് വേണം അഡ്മിഷൻ പ്രൊസീജിയർ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ പേഷ്യൻറ്റിനെ ഇൻഫോം ചെയ്യണം, പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവിനെ ഇൻഫോം ചെയ്യണം, നമ്മുടെ ഹൗസ് കീപ്പേഴ്സിനെ ഇൻഫോം ചെയ്യണം. ഓഫ് കോഴ്സ് അവരൊക്കെ ക്ലീനിങ്ങിനും വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി റൂമിൽ അല്ലെങ്കിൽ വാർഡിൽ ചെല്ലുന്നതാണല്ലോ. അപ്പോൾ അവരും ആ പ്രിക്കോഷൻസ് ഒക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്ന സ്റ്റാഫും ഫുൾ PPEയിലായിരിക്കണം. പിന്നെ എക്സ്റേ ആവശ്യമായിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ പോർട്ടബിൾ എക്സ്റേക്ക് ഇൻഫോം ചെയ്യുക.
ഡോക്യുമെന്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അടുത്തതായിട്ട് ബ്ലഡ് സാമ്പിൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡബിൾ പാക്കിങ്ങിൽ സെൻഡ് ചെയ്യുക ലാബിലേക്ക്. അതിന് മുന്നേ നമ്മുടെ ഒരു യെല്ലോ കളർ സ്റ്റിക്കർ ഉണ്ടല്ലോ, ഇൻഫെക്ഷൻസ് ഡിസീസിന് ഉപയോഗിക്കുന്നത്, ആ സ്റ്റിക്കർ ഡബിൾ പാക്കിന് മുകളിൽ ഒട്ടിക്കാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പാലിക്കേണ്ടത്. ഇപ്പോൾ നെഗറ്റീവ് പ്രഷർ റൂം അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് റൂം യൂസ് ചെയ്യാം. അപ്പോൾ വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്തിടാൻ ശ്രമിക്കുക, എക്സോസ്റ്റ് ഫാൻ ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഒരു പേഷ്യൻറ്റ് വാർഡിലെ പേഷ്യൻറ്റ് പെട്ടെന്ന് ഡിറ്റീരിയോറേറ്റ് ആകുകയാണ്, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അത് നമ്മുടെ നഴ്സിംഗ് ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും തന്നെ ഒരു ആൻസർ അറിയാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതായത് സിമ്പിളായിട്ടൊന്ന് പറയുകയാണെങ്കിൽ വൈറ്റൽസ് ചെക്ക് ചെയ്യുക, ഫിസിഷ്യനെ ഇൻഫോം ചെയ്യുക, പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവിനെ ഇൻഫോം ചെയ്യുക, പിന്നെ ഓക്സിജൻ ഒക്കെ കൊടുക്കാൻ എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡോക്യുമെന്റ് ചെയ്യുക. ഷിഫ്റ്റ് ചെയ്യേണ്ട പേഷ്യൻ്റ് ആണെങ്കിൽ, അതായത് ട്രാൻസ്ഫർ ICUലൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ട പേഷ്യൻ്റ് ആണെങ്കിൽ ആ വാർഡിൽ ഇൻഫോം ചെയ്യുക. അതിനൊക്കെ മുന്നേ തന്നെ നമ്മുടെ ഇൻചാർജ് അല്ലെങ്കിൽ നഴ്സ് മാനേജർ ആരാണോ നമ്മുടെ സീനിയർ ആയിട്ടുള്ളത് അവരെ ഇൻഫോം ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയേണ്ടത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് 10 ടൈപ്സ് ഓഫ് മെഡിക്കേഷൻ ആണ്. അതെല്ലാവർക്കും തന്നെ അറിയാലോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ മെഡിക്കേഷൻ എറർ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും തന്നെ എല്ലാ ഹോസ്പിറ്റൽസിലും ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ അതാ കാര്യങ്ങൾ പറയുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫോൾ പ്രിവെൻഷൻ അല്ലെങ്കിൽ ഫോളിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ പേഷ്യൻ്റ് ഫോൾ ആകാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബെഡിൻ്റെ സൈഡിൽ ഇട്ടിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ ഫ്ലോർ വെറ്റായിരിക്കും, പിന്നെ ഉപയോഗിക്കുന്ന സ്ലിപ്പേഴ്സൊക്കെ പ്രോപ്പർ സൈസ് അല്ലായിരിക്കും, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ വാർഡിലൊക്കെ ഓൾറെഡി ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അത് എപ്പോഴും കിടക്കുന്ന ആ പൊസിഷനിൽ നിന്ന് മാറിയായിരിക്കും കിടക്കുന്നത്. യൂഷ്വലി നൈറ്റിലൊക്കെയാണ് ഒത്തിരി ഫോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ലൈറ്റിങ് കുറവായിരിക്കും നൈറ്റിൽ, അതുകൊണ്ടാണ് നൈറ്റിൽ ഫോൾ ആകാനുള്ള ചാൻസ് ഉള്ളത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാർപ്പറ്റ്സ് അല്ലെങ്കിൽ മാറ്റ്സ് ഒക്കെ, അതൊരു വേറൊരു കാരണമാണ് ഫോൾ ആകാനുള്ള. ഇനി അടുത്ത പ്രിവെൻഷൻ ഫോൾ പ്രിവെൻഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ വാർഡ് ഓറിയൻറ്റേഷൻ കൊടുക്കണം. കോൾ ബെല്ലെല്ലാം പേഷ്യൻ്റെ റീച്ചിൽ ആയിരിക്കണം. സൈഡ് റൈറ്റ്സ് എപ്പോഴും ഇട്ടിരിക്കണം. പിന്നെ പേഷ്യൻ്റ് ഐ ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി അവരോട് പറയണം. നൈറ്റിൽ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് നടക്കാതെ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം നടക്കാൻ ശ്രമിക്കുക. അതൊരു കാരണമാണ് ഫോളിന്. പിന്നെ വാർഡിലുള്ള ഫർണിച്ചറൊക്കെ ആ സെയിം പ്ലേസിൽ തന്നെയാണെന്ന് നൈറ്റിൽ ഉറപ്പുവരുത്തുക. ഒരു ഡിം ലൈറ്റ് നൈറ്റിൽ ഉണ്ടായിരിക്കണം. ഫ്ലോർ ഡ്രൈ ആയിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. വെറ്റാണെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. അടുത്തതായിട്ട് വാക്കിംഗ് സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതെല്ലാം അവരുടെ നിയർ ബൈ ആയിട്ട് വെച്ചേക്കുക. അവർക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെച്ചേക്കുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, നിങ്ങളുടെ കെയറിൽ നിങ്ങളുടെ ഒരു പേഷ്യൻറ്റ് സാറ്റിസ്ഫൈഡ് അല്ല, അപ്പോൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളോട് ഒത്തിരി ഷൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അപ്പോൾ അതിൻ്റെ ആൻസർ ഇങ്ങനെ പറയാം നമുക്ക്. ആദ്യം തന്നെ പേഷ്യൻറ്റിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ കൊടുക്കുക. അവരെ ഒരിക്കലും നിർത്തി സംസാരിക്കാൻ ശ്രമിക്കരുത്. എപ്പോഴും അവരെ ഇരുത്തി വേണം സംസാരിക്കാൻ. പിന്നെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ആദ്യം കേൾക്കുക. കേട്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ ഭാഗം എന്താണെന്ന് അവരോട് പറയാൻ ശ്രമിക്കുക. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോളജൈസ് ചെയ്യുക. എന്നിട്ട് അവരോട് പറയുക ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ അവർ പറയുന്ന എന്താണോ കാരണം അത് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ അവർക്ക് ഉറപ്പ് കൊടുക്കുക. എന്നിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ നഴ്സ് മാനേജർ അല്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർവൈസർ ആരാണെന്ന് വെച്ചാൽ അവരെ ഇൻഫോം ചെയ്യുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാർഡിലൊരു നിങ്ങളുടെ ഒരു പേഷ്യൻറ്റ് പെട്ടെന്ന് കൊളാപ്സ് ആയി, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? നിങ്ങൾ ഒരിക്കലും ആ പേഷ്യൻറ്റിനെ മൂവ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ ആദ്യം നമ്മൾക്ക് അറിയത്തില്ല എന്തെങ്കിലും എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഉണ്ടോ, എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ആദ്യം തന്നെ വൈറ്റൽസ് ഒക്കെ നോക്കുക, അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് നോക്കുക. അപ്പോൾ CPR കൊടുക്കേണ്ട വഴിക്കാണെങ്കിൽ അത് ആ വഴിക്ക് ക്വസ്റ്റ്യൻ പോക്കോളും, അല്ലെങ്കിൽ ആ വഴിക്ക് നിങ്ങളുടെ ആൻസർ പറയുക. അപ്പോൾ അല്ലാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഫിസിഷ്യനെ ഇൻഫോം ചെയ്യുക. വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്ത് വെക്കുക. ബ്ലഡ് ഷുഗർ നോക്കുക. പേഷ്യൻ്റ് കോൺഷ്യസ് അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അവരോട് പറയാം, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, നിങ്ങളുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ട്, അങ്ങനെ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ സേഫായിട്ട് പേഷ്യൻറ്റിനെ ലിഫ്റ്റ് ചെയ്യുക. അതായത് സ്പൈനൽ ബോർഡ് ഉപയോഗിച്ചിട്ട് ബെഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അത് ഡോക്ടറിൻ്റെ ഓർഡർ എന്താണോ അത് ക്യാരി ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഡോക്യുമെൻ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പേഷ്യൻ്റെ റിലേറ്റീവ്സിനോട് എന്താ സംഭവിച്ചതെന്ന് പറയുക. കുറച്ച് നേരം പേഷ്യൻറ്റിനെ റെസ്റ്റ് എടുക്കാൻ വിടുക. അപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. മോണിറ്റർ കണക്റ്റഡ് ആയിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അവരോട് നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എപ്പിസോഡ് ഉണ്ടായി, പേടിക്കേണ്ട കാര്യമില്ല. ഒന്നുകിൽ നിങ്ങളുടെ BP എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ എന്താ കാരണം എന്ന് വെച്ചാൽ അവരോട് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക.
ഇപ്പോൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല, എല്ലാ കെയറും കൊടുത്തു, ഇപ്പോൾ എല്ലാം നോർമലാണ്, നിങ്ങൾ ഓക്കെ ആണ് എന്ന് അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ് ഓറലി ഒന്നും കൊടുക്കാൻ ശ്രമിക്കരുത്. ഒരു 30 മിനിറ്റ്സ് ഒബ്സർവ് ചെയ്ത് വോമിറ്റിംഗ് ഒന്നും ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഓറലി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു അവർ അതിൽ ആൻസർ ചെയ്തത്. അപ്പോൾ റീസെൻ്റ്ലി, അതായത് കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യുക. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള പോയിന്റ്സ് ആഡ് ചെയ്ത് നിങ്ങളൊന്ന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും